നമസ്കാരം. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണി ശക്തമാവുകയാണ്. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ഇത്തവണ ഇറാൻ വളരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇറാനെതിരായ സൈനിക നടപടികൾക്ക് തങ്ങളുടെ മണ്ണോ വ്യോമതാവളങ്ങളോ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളായ സൈപ്രസിനും ബൾഗേറിയയ്ക്കും ഇറാൻ നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സൈനിക നീക്കം ഉണ്ടാവുകയും അതിന് ഈ രാജ്യങ്ങൾ സഹായം നൽകുകയും ചെയ്താൽ അതിനെ സാധാരണ സഹായമായി കാണില്ലെന്നും യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നതിന് തുല്യമായ നടപടിയായിട്ടായിരിക്കും കാണുന്നത് എന്നും ഇറാൻ വിലയിരുത്തുകയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരങ്ചി ഇത് വ്യക്തമായി പറയുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സൈനിക നീക്കങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇപ്പോൾ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത്. യുദ്ധം മധ്യപൂർവേഷ്യയിൽ മാത്രം ഒതുങ്ങില്ലെന്നും അതിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പിന്റെ സാരം. ഇതിനിടെ സൈപ്രസ് വിദേശകാര്യമന്ത്രി കോൺസ്റ്റാന്റിനോസ് കോംബോസുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരങ്ചി ടെലിഫോണിൽ സംസാരിച്ചു. സൈപ്രസിലുള്ള വിദേശ സൈനിക താവളങ്ങൾ ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സൈപ്രസിലുള്ള ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ അമേരിക്കയുടെയും നാറ്റോയുടെയും പ്രവർത്തനങ്ങൾക്ക് പ്രധാന കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ ആശങ്ക. എന്നാൽ ഈ വിഷയത്തിൽ സൈപ്രസ് വ്യത്യസ്തമായ നിലപാടാണ് അറിയിച്ചത്. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഇറാൻ ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിനെതിരായ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കില്ലെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സൈപ്രസ് വിദേശകാര്യമന്ത്രി ഇറാനെ അറിയിച്ചതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പിന്നീട് പ്രസ്താവനയിൽ അറിയിച്ചു. അതായത് തങ്ങളുടെ മണ്ണ് മറ്റൊരു രാജ്യത്തിനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന ഉറപ്പാണ് സൈപ്രസ് നൽകാൻ ശ്രമിച്ചത്. അതേസമയം ബൾഗേറിയയോടുള്ള ഇറാന്റെ മുന്നറിയിപ്പ് ഇതിലും ശക്തമായിരുന്നു. ബൾഗേറിയൻ വിദേശകാര്യമന്ത്രി വെലിസ്ലാവ പെട്രോവ ചാമോവായുമായുള്ള സംഭാഷണത്തിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് താവളം ഒരുക്കാനുള്ള തീരുമാനം ഉടൻ പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ഈ തീരുമാനം ബൾഗേറിയ പുനഃപരിശോധിക്കണമെന്ന് പ്രതീക്ഷിക്കണമെന്നും സ്വന്തം ദേശീയ സുരക്ഷയും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇറാൻ മടിക്കില്ലെന്നും അബ്ബാസ് ആരങ്ചി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം മറ്റൊന്നായിരുന്നു. ഇറാനെതിരായ ആക്രമണത്തിൽ ഏതെങ്കിലും രാജ്യമോ സൈനിക സഖ്യമോ നേരിട്ടോ അല്ലാതെയോ സഹായം നൽകുകയാണെങ്കിൽ അതിന്റെ എല്ലാ പ്രത്യാഘാതങ്ങൾക്കും ആ രാജ്യങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദികളാകേണ്ടി വരിക എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് വെറും നയതന്ത്ര പ്രസ്താവനയല്ലെന്നും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇറാൻ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുകയാണ്. ബൾഗേറിയയുടെ തീരുമാനമാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത്. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തങ്ങളുടെ വ്യോമതാവളങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന നിർദ്ദേശത്തിന് ഈ മാസം ആദ്യം ബൾഗേറിയൻ പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇറാന്റെ പ്രതിഷേധം ശക്തമായത്. ഈ തീരുമാനം ഭാവിയിൽ തങ്ങളെ ലക്ഷ്യമിട്ടുള്ള സൈനിക നടപടികൾക്ക് വഴിയൊരുക്കുമെന്ന് ഇറാൻ കരുതുന്നുമുണ്ട്. ഇത് ആദ്യമായല്ല അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. മുൻപും ഗൾഫ് മേഖലയിലെ ചില അറബ് രാജ്യങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് സൈനിക താവളങ്ങളും മറ്റ് സൗകര്യങ്ങളും നൽകിയെന്ന ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇറാൻ ശക്തമായ പ്രതികരണങ്ങളും ചിലപ്പോൾ സൈനിക നടപടികളും സ്വീകരിച്ചിരുന്നു. അതിനാൽ ഇപ്പോഴത്തെ ഈ ഒരു മുന്നറിയിപ്പും ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: അമേരിക്കയെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഈ മുന്നറിയിപ്പ് എത്രത്തോളം ഗൗരവത്തോടെ കാണുമെന്നത്. അമേരിക്കയും നാറ്റോ സഖ്യവും സുരക്ഷാ സഹകരണത്തിന്റെ ഭാഗമായി നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുമായി സൈനിക കരാറുകൾ നിലനിർത്തുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നും പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു. അതിനാൽ നയതന്ത്ര തലത്തിൽ വലിയ സമ്മർദ്ദമാണ് രൂപപ്പെടുന്നത്. സൈപ്രസിനും ബൾഗേറിയയ്ക്കും നൽകിയ മുന്നറിയിപ്പ് ഈ രണ്ട് രാജ്യങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് ഉള്ളതല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ തയ്യാറാകുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇറാൻ നൽകിയ ശക്തമായ സന്ദേശമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്.
യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ മധ്യപൂർവേഷ്യയിൽ മാത്രം ഒതുങ്ങില്ലെന്നും യൂറോപ്പിലേക്കും വ്യാപിക്കാമെന്നും ആശങ്കയും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഇറാൻ തന്റെ മുന്നറിയിപ്പിന് പിന്നാലെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ എന്നതെല്ലാം വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യം അതീവ നിർണായക ഘട്ടത്തിലാണെന്നും ചെറിയൊരു സൈനിക നീക്കമോ രാഷ്ട്രീയ തീരുമാനമോ പോലും വലിയ സംഘർഷത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോക രാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഈ പുതിയ സംഭവ വികാസം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ വീണ്ടും പശ്ചിമേഷ്യയിലേക്ക് തിരിക്കുകയാണ്. സമാധാന ചർച്ചകളിലൂടെയാണോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അതോ സംഘർഷം വീണ്ടും കൂടുതൽ രൂക്ഷമാകുമോ എന്നതാണ് ഇനി ലോകം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം.